എല്ലാവർക്കും മറ്റൊരു ആൻഡ്രോയിഡ് സ്റ്റുഡിയോ ട്യൂട്ടോറിയലിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഡബിൾ ടാപ്പ് ക്ലിക്ക് ചെയ്യുമ്പോൾ മാത്രം എങ്ങനെ ക്ലോസ് ചെയ്യുന്ന ഒരു ആപ്ലിക്കേഷൻ നിർമ്മിക്കാമെന്നാണ് ഞാൻ ഇവിടെ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ പോകുന്നത്. ആദ്യമായി ഞാൻ എൻ്റെ main.java ഫയൽ തുറക്കുന്നു. അതിൽ ഒരു പ്രൈവറ്റ് ലോങ് വേരിയബിൾ ഞാൻ ഇനിഷ്യലൈസ് ചെയ്യും. പ്രൈവറ്റ് ലോങ് ബാക്ക് ടൈം എന്നാണ് ഞാൻ കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ഓൺ ബാക്ക് എന്ന മെത്തേഡ് ഓവർറൈഡ് ചെയ്യാം. അതിനായി കൺട്രോൾ O പ്രസ് ചെയ്ത് അതിൽ ഓൺ ബാക്ക് പ്രസ് ചെയ്യുന്നത് ടൈപ്പ് ചെയ്തിട്ട് നമുക്ക് കിട്ടും. അതിൽ ഓക്കെ നെക്കി എൻ്റർ ചെയ്ത് ചെയ്യുമ്പോൾ നമുക്കിങ്ങനെ ഒരു മെത്തേഡ് ഓവർറൈഡ് ആയി വരും. അതിൽ നമ്മൾ ബാക്ക് പ്രസ് ടൈം ഈക്വൽ ടു സിസ്റ്റം ഡോട്ട് കറണ്ട് ടൈം ബിൽസ് എന്ന് കൊടുക്കുക. എന്നിട്ട് ഇഫ് ക്ലോസ് ഓപ്പൺ ചെയ്തിട്ട് ബാക്ക് പ്രസ് ടൈം പ്ലസ് 2000 ഗ്രേറ്റർ ദാൻ സിസ്റ്റം ഡോട്ട് കറണ്ട് ടൈം ബിൽസ് എന്ന് കൊടുക്കുക. എന്നിങ്ങനെ ചെയ്തിട്ട് നമുക്കതിനുള്ള ആ ഇഫ് ക്ലോസ് ആ സ്റ്റേറ്റ്മെൻറ്റ് ട്രൂ ആയാലും എന്ത് ചെയ്യണം എന്നുള്ളത് നമുക്ക് നോക്കാം. അതായത് നമുക്ക് ഇവിടെ നിന്ന് ഈ സൂപ്പർ ഓൺ ബാക്ക് പ്രസർ എന്നുള്ളത് ഇതിനുള്ളിലോട്ടായി പ്രസ് ചെയ്യുക. ഇനി ഈ ഇഫ് ക്ലോസ് ഫാൾസ് ആയിപ്പോയാൽ, അതായത് നമ്മൾ ബാക്ക് പ്രസ് ചെയ്യുന്നത് രണ്ടാമത്തെ ബാക്ക് പ്രസ്, ഫസ്റ്റ് ബാക്ക് പ്രസ് ചെയ്ത് രണ്ടാമത്തെ ബാക്ക് പ്രസ് ഇത്രയും ടൈമിനുള്ളിൽ അല്ല എന്നുണ്ടെങ്കിൽ അതിനായി നമുക്കൊരു ടോസ്റ്റ് വേണം. അതിനായി എൽസ് കൊടുത്തിട്ട് അതിനുള്ളിൽ ടോസ്റ്റ് ഡോട്ട് മേക്ക് ടെസ്റ്റ് ഇതിനുള്ളിൽ ഗെറ്റ് ബേസ് കണ്ടക്ട്സ് എന്ന് കൊടുക്കുക. എന്നിട്ട് കോമ ഇട്ടിട്ട് അതിനുള്ളിൽ നമുക്ക് പ്രസ് ബാക്ക് ടു എക്സിറ്റ് എന്ന് കൊടുക്കുക. അതായത് നമുക്ക് എന്ത് മെസ്സേജ് ആണോ അവിടെ വേണ്ടത് അത് കൊടുക്കുക. കോമ ടോസ്റ്റ് ഡോട്ട് ലെങ്ത് ഷോർട്ട് ഡോട്ട് ഷോ. ഇനി നമുക്ക് നമ്മുടെ ആപ്ലിക്കേഷൻ റൺ ചെയ്ത് നോക്കാം. നമ്മുടെ ആപ്ലിക്കേഷൻ ഇവിടെ ഇൻസ്റ്റാൾ ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഒറ്റത്തവണ ബാക്ക് പ്രസ് ചെയ്തു. അപ്പോൾ ഇവിടെ കാണാം പ്രസ് ബാക്ക് എക്സിറ്റ് എന്ന് കാണിച്ചു. ഇനി അത് ഡബിൾ ടാപ്പ് ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മുടെ ആപ്ലിക്കേഷൻ ക്ലോസ് ചെയ്തു. അതായത് പെട്ടെന്ന് തന്നെ ഡബിൾ ക്ലിക്ക് ചെയ്തു. പക്ഷേ അത് ആപ്ലിക്കേഷൻ ക്ലോസ് ചെയ്തതിന് ശേഷം നമുക്ക് ഇവിടെ ടോസ് കാണാം. അത് എങ്ങനെ ഒഴിവാക്കാമെന്ന് നോക്കാം. അതിനായി മറ്റൊരു വേരിയബിൾ ഞാനിവിടെ ഇനിഷ്യലൈസ് ചെയ്യുന്നു. പ്രൈവറ്റ് ടോസ്റ്റ്, അതിന് ഞാൻ ബാക്ക് ടോസ്റ്റ് എന്ന് നെയിം കൊടുത്തു. എന്നിട്ട് നമുക്ക് ഇവിടെയുള്ള ഈ ടോസ്റ്റിൻ്റെ ഡോട്ട് ഷോ എന്നുള്ളത് നമുക്ക് ഇവിടെ നിന്ന് ഒഴിവാക്കാം. അതിന് ബാക്ക് ടോസ്റ്റ് ഈക്വൽ ടു അങ്ങനെ എന്തെങ്കിലും കൊടുക്കാം. എന്നിട്ട് അത് കഴിഞ്ഞിട്ട് അടുത്ത ലൈനിലായി ബാക്ക് ടോസ്റ്റ് ഡോട്ട് ഷോ എന്ന് കൊടുക്കാം. ഇനി ഈ ബാക്ക് ഡോട്ട് ഷോ അഥവാ ഈ ഇഫ് ക്ലോസിലുള്ള ഈ സ്റ്റേറ്റ്മെൻറ്റ് ട്രൂ ആയാൽ ഉടനെ അത് ക്യാൻസലായി പോകണം. അതിനായി ബാക്ക് ടോസ്റ്റ് ഡോട്ട് ക്യാൻസൽ എന്ന് കൊടുക്കാം. നമുക്ക് നമ്മുടെ ആപ്ലിക്കേഷൻ റൺ ചെയ്യുന്നതിന് മുമ്പ് ഒന്നും കൂടി കാണിക്കാം. ഇതാണ് നമ്മുടെ ആപ്ലിക്കേഷൻ. ഞാൻ ഒറ്റ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇവിടെ പ്രസ് ബാക്ക് എക്സിറ്റ് കാണിച്ചു. പക്ഷേ അതിന് 2 സെക്കൻഡ് കഴിഞ്ഞ് ഒന്നും കൂടി ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് അങ്ങനെ തന്നെയാണ് കാണിക്കുന്നത്. ഇനി ഞാൻ 2 തവണ പെട്ടെന്ന് ക്ലിക്ക് ചെയ്യുന്നു. അപ്പോൾ അത് ടോസ്റ്റ് ഇവിടെ കാണുന്നുണ്ട്. ആപ്ലിക്കേഷൻ ക്ലോസ് ആയിട്ടും ടോസ്റ്റ് ഇവിടെ കാണുന്നുണ്ട്. ഇനി നമുക്കതൊന്ന് ഈ കോഡിങ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം റൺ ചെയ്ത് നോക്കാം. ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ആയിട്ടുണ്ട്. ടോസ്റ്റ് വന്നു. ഇനി 2 തവണ പെട്ടെന്ന് ക്ലിക്ക് ചെയ്യുന്നു. ആപ്ലിക്കേഷൻ ക്ലോസ് ആയി. ടോസ്റ്റും വന്നിട്ടില്ല. ടോസ്റ്റ് ആ ആപ്പ് ക്ലോസ് ചെയ്യുന്നതോട് കൂടെ തന്നെ ടോസ്റ്റും ക്യാൻസലായി പോയി. ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്തതാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു.
ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക. ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തുടർന്ന് വരുന്ന എപ്പിസോഡുകൾ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിന് വേണ്ടി തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. എല്ലാവർക്കും നന്ദി. ശുഭദിനം.